പഴയ കാലങ്ങൾ ആവർത്തിക്കപ്പെടും. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകും. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടും. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആത്മാവിൽ നിറയും. പഴയകാലം ആവർത്തിക്കും. നമ്മുടെ സഭകളിൽ ആർമിക്കും. ഓഹോ ഷമ റഖുനി, എല്ലാവരും കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ആവർത്തിക്കും. ഓ ഉഡമ റഖുനി, പെന്തക്കോസ് ആവർത്തിക്കാൻ പോകുകയാ. റിമെമ്പർ, റിപ്പീറ്റ്, റിപ്പീറ്റ്. നിങ്ങൾക്കറിയാം, ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ നമ്മുടെ പിതാക്കന്മാർ ഒത്തിരി ത്യാഗങ്ങൾ, കഷ്ടങ്ങൾ, അപമാനങ്ങൾ, ആക്ഷേപങ്ങൾ സഹിച്ചാണ് ഈ മാർഗത്തിലേക്ക് വന്നത്. അവരെന്ന് അമ്പരചുംബികളായ ദേവാലയങ്ങളിൽ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ് ആരാധിക്കുന്നിടങ്ങളിൽ ആരാധിച്ചവരായിരുന്നു. അവരെ വിട്ടുപോകുന്നത് വലിയ ഓഡിറ്റോറിയങ്ങളും വലിയ പള്ളികളും വലിയ സാമുദായിക സ്ഥാപനങ്ങളും വിട്ട് വന്നപ്പോൾ നമ്മളുടെ ആരാധനാലയങ്ങളെന്ന് പറയാൻ പെന്തക്കോസ്തുകാർക്കൊന്നുമില്ലായിരുന്നു. വാടക കെട്ടിടങ്ങളിൽ മാറാലകൾ തിങ്ങിയത്, ചിലർ ആത്മഹത്യ ചെയ്ത സ്ഥലങ്ങളൊക്കെ അന്ന് പെന്തക്കോസ്തുകാർക്ക് ആരാധന കിട്ടിയത്. ചാണകം മെഴുകിയ ആരാധനാലയങ്ങളിലൊക്കെ അവർ കൂടി. എത്ര പേരാ കൂടിയേ? 5 പേര്, 8 പേര്, 10 പേര്, 15 പേര്. അവർ ഇറങ്ങിത്തിരിച്ചത് ഹോളുകൾ കണ്ടുകൊണ്ടല്ലായിരുന്നു, പാഴ്സനേജ് കണ്ടുകൊണ്ടല്ല, സെമിത്തേരി കണ്ടുകൊണ്ടല്ല, വലിയ കെട്ടിടങ്ങൾ കണ്ടുകൊണ്ടല്ല. അവരിറങ്ങിയത് തേജോമനായ ദൈവത്തെ കണ്ടായിരുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഏതെങ്കിലും നേതാവിനെ കണ്ടോ, ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ വലിപ്പം കണ്ടോ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയവരല്ല നമ്മൾ ഇറങ്ങിയത് തേജോമനായ ദൈവത്തെ കണ്ടാണ്. ഒന്ന് ശക്തിയോടെ കൈയൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഞാൻ കൂടെ പറയുന്ന പോലെ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ളവരെ നിങ്ങൾ ദൈവത്തെ വാഴ്ത്തുവീൻ. സെമിത്തേരി കാണാതെ, സഭാഹോള് കാണാതെ, കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരെയും കാണാതെ, ശൂന്യതയിലേക്ക് കാൽപാദങ്ങൾ വെച്ച് ആഴിയം നോർക്കാതെ, ആഴം ആരാഞ്ഞാതെ ഇറങ്ങിത്തിരിച്ചവർ പേടിത്തണ്ടന്മാരല്ല, അവർ ധീരന്മാരായിരുന്നു. ഇന്ന് നമുക്ക് പലതും കണ്ടിറങ്ങുവാനുണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ക്ഷമിക്കണം. പെന്തക്കോസ്തിലേക്ക് അന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അപമാനമായിരുന്നു, നിങ്ങൾക്കറിയാം. എന്നാൽ പ്രകാശം ലഭിച്ച ശേഷം ഇബ്രായലേഖനം പറയുന്നു, അവർ നിന്ദകളാലും അപമാനങ്ങളാലും പീഡകളാലും കൂട്ടുകാഴ്ചകളായി ഭവിച്ചു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. കഷ്ടങ്ങളാൽ വലിയ പോരാട്ടം കഴിച്ച ആ പൂർവ്വകാലം നമ്മൾ മറക്കരുത്. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരെ വിരുന്നു വീടുകളിൽ നിന്ന് പെന്തക്കോസ്തുകാരനാണെന്ന് ഒറ്റ കാരണത്താൽ പിടിച്ചിറക്കി വിട്ട നാളുകളുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ തലമുടി വെട്ടാതിരുന്ന കാലമുണ്ടായിരുന്നു. പെന്തക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണമെന്ന് പോന്നവനെല്ലാം വഴിയിൽ നിന്ന് നമ്മളെ നോക്കി പരിഹസിച്ചു. അതിനേക്കാൾ കഠിനമാണ്, നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങിയപ്പോൾ ആത്മീയ പിതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ അന്ന് തലയിൽ കൈവച്ച് നമ്മുടെ പിതാക്കന്മാരെ പ്രാഗി. നിനക്കൊന്നും ഗുണം പിടിക്കില്ലെന്ന് പറഞ്ഞു, നിന്നെയൊന്നും സന്താനങ്ങൾക്ക് ഗതി വരില്ലെന്ന് പറഞ്ഞു, നീയൊക്കെ പോകുന്ന പോലെ തിരികെ വരുമെന്ന് പറഞ്ഞു, നിൻ്റെയൊന്നും ശവമടക്കത്തില്ലെന്ന് പറഞ്ഞു, നിൻ്റെയൊന്നും കുഞ്ഞുങ്ങളെ കെട്ടിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ബൈബിൾ പറയുന്നു, നീ എൻ്റെ വാക്കനുസരിച്ചാൽ നിൻ്റെ വാ എൻ്റെ വാ പോലെയാകും. നീ അവരുടെ പക്ഷമല്ല, അവർ നിൻ്റെ പക്ഷം ചേരും. നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. നമ്മെ അപകസിച്ചവർ നമ്മോടൊപ്പം ഇവിടെ വന്ന് ആരാധിപ്പാനിടയായി. നമ്മുടെ കുഞ്ഞുങ്ങളെ കെട്ടിക്കാതിരുന്നില്ല, നമ്മുടെ പിതാക്കന്മാരുടെ ശവം അടക്കാനിരുന്നില്ല. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവം! ഒന്നുകൂടെ കൈയടിച്ചു പറ, അവൻ നല്ല ദൈവം, അവൻ വലിയ ദൈവമോ, അവൻ വിശ്വസ്തനത്രേ. ശക്തിയോടെ കൈയടിച്ച് എല്ലാവരും അന്യഭാഷയിൽ അല്പസമയം ദൈവത്തെ ആരാധിക്കുക. ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഞാൻ ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ടു പിൻ വരുവാൻ. പക്ഷേ കർത്താവ് കൈവിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാരെ കൈവിട്ടില്ല, നമ്മളെയും ദൈവം കൈവിട്ടില്ല. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാണ്, അന്ത്യം വരെ കാക്കുവാൻ ശക്തനാണ്, വഴിയിൽ അലയുവാൻ അവൻ സമ്മതിക്കുന്നവനല്ല. ദൈവിക വിശ്വസ്തതയുടെ 50-ാം ആണ്ട് നമ്മൾ ഇന്ന് രാത്രി ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി എല്ലാ ഖണ്ഡങ്ങളിൽ നിന്നും സ്തുതി ഉയരട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി വീശി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിക്കട്ടെ. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങിയത്
തേജോമനായ ദൈവത്തെ കണ്ടുകൊണ്ടായിരുന്നു. സ്തോത്രം. നമുക്ക് പ്രശംസിപ്പാൻ കർത്താവിൻ്റെ സന്നിധി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഒരു കാര്യം, നമ്മുടെ പിതാക്കന്മാരൊന്നുമില്ലാത്തവരായിരുന്നെങ്കിലും ലോകത്തിനവരെ ഭയമായിരുന്നു. സ്തോത്രം പറഞ്ഞില്ല. ലോകത്തിനവരെ ഭയമായിരുന്നു. കാരണം അവർ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് അന്നത്തെ ലോകം വിശ്വസിച്ചു. അവർ പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ അലറിയോടുമെന്നും അവർ പ്രാർത്ഥിച്ചാൽ കുഷ്ഠരോഗികൾ പോലും സൗഖ്യമാകുമെന്നും അവരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്നും ആ ജനം മനസ്സിലാക്കി. കാരണം അവരോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് ഇറങ്ങിത്തിരിച്ച പത്രോസും യോഹന്നാനും അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കുക. നോക്കിയപ്പോൾ അവർ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർക്ക്, പെന്തക്കോസ്തിൻ്റെ ആദ്യകാല നേതാക്കൾക്ക്, ദൈവമക്കൾക്ക് വെള്ളിയും പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തോ ഉണ്ടായിരുന്നു? കൈ ഉയർത്തി പറ യേശുവിൻ്റെ നാമം. ഉറക്കെ പറ യേശു എന്നൊന്ന് പറഞ്ഞേ, ജീസസ് എന്നൊന്ന് പറഞ്ഞേ. ഓ, ഇത്രയും ശക്തിയുള്ളോ? യേശു, യേശു. ആ ജംഗ്ഷനിൽ കേൾക്കട്ടെ, യേശു. കയ്യൊന്ന് അടിച്ചോണ്ട് പറ യേശു. ആ നാമം അത്ഭുത നാമമാണ്, അതിശയ നാമമാണ്, ഭൂതങ്ങൾ അലറിയോടുന്ന നാമമാണ്. സ്വർലോകങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അധോലോകങ്ങളുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമാണ്. ദൈവദാസന്മാരോട് ഞാൻ പറയാം, ഈ സ്റ്റേജിൽ ആരും നിർവിചാരികളായിരിക്കരുത്. ഈ രാത്രി നിങ്ങൾ കയറുന്നെങ്കിൽ ആരാധിക്കാനായിട്ട് കയറണം. എല്ലാവരും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരും മൗനമായിരിക്കരുത്. ഇതിനകത്തല്ല നിങ്ങൾ കയറരുത്. കയറിയാൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നോണം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം ശക്തിയോടെ. യേശുവിൻ്റെ നാമം അവർക്കുണ്ടായി. സമുദായ സഭകൾക്ക് വെള്ളിയും പൊന്നും ഉണ്ട്, പക്ഷെ യേശുവിൻ്റെ നാമം ഇല്ല. നമുക്ക് വെള്ളിയും പൊന്നും ഇല്ല, യേശുവിൻ്റെ നാമമുണ്ടോ? ഇപ്പം അതുമില്ലാതായി. നിനക്ക് വെള്ളിയും പൊന്നും വേണ്ട, യേശുവിൻ്റെ നാമം മതി. പൈശാചിക കോട്ടകളെ നമ്മുടെ പിതാക്കന്മാർ ഇടിച്ചത്, പാവപ്പെട്ട ദൈവമക്കൾ ഇടിച്ചത് ഡോളറിന്റെ ശക്തിയിലല്ല, പണത്തിന്റെ ശക്തിയിലല്ല, അഭിഷേകത്തിന്റെ ശക്തിയിലത്രേ. ഓ ഭാഷമറക്കൊനിയ, ഈ ഒന്നാം രാത്രി മുതൽ ഇവിടെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, പെന്തക്കോസ്തിലേക്ക് ആരെങ്കിലും വന്നെങ്കിൽ ഇവിടെ സെമിനാരി കണ്ടോണ്ടല്ല, സെമിത്തേരി കണ്ടോണ്ടല്ല, ഹോളിന്റെ വലുപ്പം കണ്ടോണ്ടല്ല, ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കണ്ടുകൊണ്ടാണ്, ഇവിടെ വ്യാപരിക്കുന്ന വിടുതൽ കണ്ടുകൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം. ഈ രാത്രിയിൽ ഞാനൊരു വാക്യം വായിക്കാൻ പാസ്റ്ററോട് പറഞ്ഞു. അദ്ദേഹം താമസിച്ചുകൊണ്ടാണ് അല്പം താമസിപ്പിച്ചത്. സ്തോത്രം. എന്താ വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് പറയുമ്പോൾ ആദ്യ സ്നേഹം പോയി എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. വായിച്ച പാസ്റ്ററെ, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇതെല്ലാം സത്യമാണ്. അടുത്ത വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ഉയർത്തിയാട്ടെ. ശക്തിയോടെ സ്തോത്രം ചെയ്യാം. 50ാമത് വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ ആലപ്പുഴ സെന്ററിനോട് മാത്രമല്ല, ആഗോള വ്യാപകമായുള്ള എല്ലാ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളോടും ദൈവത്തിന് പറയാനുള്ളത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഇന്ന് സമുദായ സഭകളോട് കിടപിടിക്കുന്ന വലിയ വലിയ മന്ദിരങ്ങൾ നമുക്കുണ്ട്. മോശം പറയാത്ത ആരാധന ഹാളുകളുണ്ട്, സെമിത്തേരികളുണ്ട്, ഓഡിറ്റോറിയങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് വലിയ വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ പലതും നമുക്ക് നഷ്ടപ്പെട്ടു. ജീവിതസാക്ഷ്യം നഷ്ടപ്പെട്ടവരെ കൊണ്ട് ഹാളുകൾ നിറയുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ,
പെന്തക്കോസ്തുകാരനെ കുറിച്ചുള്ള അഭിമാനം. വഴക്കിന് പോകാത്തവർ, തല്ലിന് പോകാത്തവർ, കേസിനും വഴക്കിനും പോകാത്തവർ, മദ്യപിക്കാത്തവർ, പുകവലിക്കാത്തവർ, ആത്മഹത്യ അവരുടെ ഇല്ല, വിവാഹമോചനം ഇല്ല. ഇന്നത്തെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക. ഒരു വശത്ത് അവൻ പെരുകുമ്പോൾ മറുവശത്ത് കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടി, സ്തോത്രം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള തമ്മിൽ തല്ല്, എന്തോ ഒരു അപമാനമാണ്. ഞാൻ ഇന്നത്തെ ആത്മീയ ലോകത്തെ കാണുന്നത്, സ്തോത്രം, ഈ പാമ്പിൻ്റെ വായിലിരിക്കുമ്പോഴും, ഒരു തവള പാമ്പിൻ്റെ വായിലിരിക്കുക, അവളാണ് അതിലേക്കൂടെ ഒരു ശലഭം പറന്നു പോയത്. അപ്പം പാമ്പിൻ്റെ വായിൽ നിന്ന തവള പറന്നുപോയ ശലഭത്തെ പിടിക്കാൻ നാക്ക് നീട്ടുക. എവിടെ ഇരിക്കുന്നത്? പാമ്പിൻ്റെ വായി. പക്ഷെ അവനും നോട്ടം ശലഭത്തെയാ. ഇവിടെ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളെ മുഴുവൻ തച്ചടയ്ക്കാൻ, മുഴുവൻ ഇല്ലാതെയാക്കാൻ ദുഷ്ടപിശാച് ഒരു വശത്ത് തന്ത്രങ്ങൾ മെനയുക, വർഗീയവാദികൾ അഴിഞ്ഞാടാൻ തുടങ്ങുക. ഈ അവസരത്തിൽ നീ കസേരയ്ക്ക് അടിയൊടി ഉണ്ടാക്കിയിരുന്നോ? അതിനല്ല ദൈവം നിന്നെ വിളിച്ചത്. കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു, അവർ വീഞ്ഞു കുടിക്കട്ടെ, അവർ വിരുന്ന് കഴിക്കട്ടെ, എന്നാൽ നീയോ എഴുന്നേൽക്കുക, നീ നിന്റെ പരിചയക്ക് എണ്ണ പൂശുക. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, അവർ കസേരയുടെ പുറകെ പോകട്ടെ, അവർ സ്ഥാനമാനങ്ങളുടെ പുറകെ പോകട്ടെ, നീയോ അഭിഷേകത്തിൽ നിറയുക. ശക്തിയോടെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ട അഭിഷേകം മടക്കിയെടുക്കുക, നഷ്ടപ്പെട്ട ദൈവകൃപ മടക്കിയെടുക്കുക. സ്തോത്രം. ഏലി പുരോഹിതൻ പറഞ്ഞ പോലെ മഹത്വം പോയിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പോയ മഹത്വം നമ്മുടെ ഹോടുകളിലേക്ക്, നമ്മുടെ സഭകളിലേക്ക്, നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. ഈ കൺവെൻഷൻ്റെ തുടക്കമാകും. 500-ലധികം ദിവസമായി പാവപ്പെട്ട ദൈവമക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പാട്ടാൻ എഴുന്നേറ്റ് നിന്ന പ്രിയ സഹോദരൻ പറഞ്ഞു, കർത്താവിൻ്റെ ബലഹീനത. ആദ്യം എനിക്കും ബുദ്ധിമുട്ട് തോന്നി, പിന്നെ എനിക്കിഷ്ടം തോന്നി. അവൻ്റെ ഒരു ബലഹീനതയാ, കരയുന്നവനെ അവൻ കൈവിടില്ല, കരയുന്നവനെ കൈവിടില്ല. പാസ്റ്ററെ, സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് സ്വർഗത്തിലേക്കുള്ള കുതിപ്പിൽ, ഹല്ലേലൂയ, കല്ലറയുടെ വാതിക്കൽ ഒരു സഹോദരി ഇന്ന് കരഞ്ഞു. ആ കരഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? സ്വർഗത്തിലേക്കുള്ള റൂട്ട് മാറ്റി തമ്പുരാൻ കല്ലറ വാതിക്കൽ ഇറങ്ങി വന്നു. റബൂനി എന്ന് പറഞ്ഞ് അവൾ കാൽക്കൽ വീടാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ എന്നെ തുടരുത്. ഓ ഷമറിക്കിയ, ഞാൻ പിതാവിന്റെ അരികിലേക്ക് പോകുന്ന പോക്കില നിന്റെ കരച്ചിൽ കണ്ടത്. നിന്റെ കരച്ചിലിന് പരിഹാരം വരുത്തിയിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് തീരുമാനിച്ചു. എത്ര പേർക്ക് അന്യഭാഷ സ്തോത്രം പറയാൻ കഴിയും? കരയുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന നിന്നെ കൈവിടാത്തൊരു കർത്താവുണ്ട്. എല്ലാവരും കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഓ ബാബാ ശംദലറിയാം. ആത്മീയ ലോകത്തിലെ അപജയം കണ്ട് നമുക്ക് കരയാം, നേതൃത്വത്തിന്റെ അഭയം കണ്ട് കരയാം, പെന്തക്കോസ്ത് ഗോളത്തിന്റെ അധപ്പതനം കണ്ട് നാം കരഞ്ഞാൽ ദൈവം നമ്മെ കൈവിടില്ല. നിലനിൽക്കുന്ന ശക്തിയെ ഉണർവിനെ ദൈവം വീണ്ടും അയക്കും. പോയ മഹത്വം മടങ്ങി വരുവാൻ കരഞ്ഞു തുടങ്ങാം. ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയുടെ സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. ഇത് തീരും മുമ്പ് വലിയ ആത്മപ്രഭാകം വഹിക്കപ്പെടും. ഈ രാത്രിയിലും ദൈവം നമ്മോട് സംസാരിക്കും. ഈ രാത്രിയിലും സൗഖ്യം ഇവിടെ വ്യാപരിക്കും. ഈ രാത്രിയിലും അത്ഭുതങ്ങൾ നടക്കും. കർത്താവിൻ്റെ കരം നമ്മോടുകൂടെ ഇരിക്കും. എത്ര പേർക്ക് ശക്തിയുടെ സ്തോത്രം ചെയ്യുവാൻ കഴിയും? അവിടെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് ആരംഭിക്കുന്ന പൊതുസഭയോടാണ്. പക്ഷേ ദൂത് അവസാനിക്കുമ്പോൾ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് 7 പൊൻനിലവിളക്കുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരുന്ന കർത്താവ് ലവോദിക്ക സഭയുടെ കാലമായപ്പം പറഞ്ഞെന്നറിയാമോ? ഞാൻ വാതിക്കൽ നിന്ന് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. അപ്പം സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരുന്ന കർത്താവ് സഭയ്ക്ക് പുറത്തായി. കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ ബഹളത്തിൽ, ജനറൽ ബോഡിയുടെ ബഹളത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഉന്തിലും തള്ളിലും കർത്താവ് പുറത്തു പോയത് ഇവർ അറിഞ്ഞില്ല. കൊട്ടിന് കുറവില്ല, പാട്ടിന് കുറവില്ല, കൺവെൻഷനുകൾക്ക് കുറവില്ല, പക്ഷേ യേശു പുറത്തു പോയി. പ്രൈസ് ദി ലോർഡ്. പിന്നൊരു പദമുണ്ട്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ഇത് കർത്താവ് ദൂത് ഞാൻ പറയുക. വെളിപ്പാട് പുസ്തകം ദൂത് ഇങ്ങനെ പറയുന്നു, വിശുദ്ധൻ പറഞ്ഞേ, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാറട്ടെ, നമ്മുടെ കർത്താവ് വരാറായി എന്ന് പറഞ്ഞാൽ കൂട്ടമായുള്ള ഉണർവിനും
കൂട്ടമായ വിശുദ്ധീകരണത്തിനും കാത്തു നിൽക്കാതെ ഒറ്റ വ്യക്തികൾ നെടുമ്പാട് വീഴട്ടെ, വിശുദ്ധീകരണം ഏറ്റെടുക്കട്ടെ. ഓ ഷമറുഖുനിയ. ഈ കൺവെൻഷനിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളെ ഉണർത്തണേ എന്നല്ല, എന്നെ ഉണർത്തണമേ. ഞങ്ങളെ സന്ദർശിക്കണമേ എന്നല്ല, എന്നെ സന്ദർശിക്കണമേ. എൻ്റെ കുടുംബത്തെ സന്ദർശിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ സന്ദർശിക്കണമേ. അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോകില്ല. ഭംഗമിൽ ഓടിയാൽ കിരീടം പ്രാപിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. നമുക്കെല്ലാം ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, റിമെമ്പർ, റിപ്പീറ്റ്, റിമെമ്പർ, റിപ്പന്റ്, റിപ്പീറ്റ്. കഴിഞ്ഞ നാളിൽ എന്ത് നടന്നെന്ന് ഓർക്കുക, അവ നടക്കാൻ മാനസാന്തരപ്പെടുക, ആ പ്രവർത്തികൾ ആവർത്തിക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് പറയണം, കർത്താവിനോട് പറഞ്ഞ് ഈ കൺവെൻഷൻ്റെ തന്നെ തീമാക്കിയത് മാറ്റാൻ. റിമെമ്പർ, ഒന്ന് ഓർക്കുക. പറഞ്ഞേട്ടെ, എല്ലാവരും പറയാം, ഓർക്കുക. കൈ ഉയർത്തി എന്ന് പറയാം, പഴയകാലം ഓർക്കുക, മാനസാന്തരപ്പെടുക, പഴയകാലങ്ങൾ ആവർത്തിക്കുക. അത് വിശ്വസിക്കുന്നവർ മാത്രം കൈ ഉയർത്തി പറഞ്ഞേ, വിശ്വസിക്കുന്നവർ. പഴയകാലങ്ങൾ ആവർത്തിക്കപ്പെടും. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകും. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോടും. ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആത്മാവിൽ നിറയും. പഴയകാലം ആവർത്തിക്കും. നമ്മുടെ സഭകളിൽ ആർമിക്കും. ഓഹോ ഷമ റഖുനി. എല്ലാവരും കരമടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ആവർത്തിക്കും. ഓ ഉഡമ റഖുനി. പെന്തക്കോസ് ആവർത്തിക്കാൻ പോകുക. നമ്മുടെ ചർച്ചകളിൽ ആരംഭിക്കാൻ പോകുക. വിസിക്കിൽ ആരംഭിക്കാൻ പോകുക. ചെറിയ തീ വലിയ കാട് കത്തും. ഇവിടെ ദൈവത്തിന്റെ തീ കത്താൻ തുടങ്ങുക. ഇവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ പോകുക. ദൈവത്തിന്റെ ശക്തിയെ വ്യാപരിക്കാൻ പോകുക. ഓ ഷമ റഖിനിയ. മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാൻ പോകുകയാണ്. എല്ലാവരും കരമടിച്ച് അന്യഭാഷയിൽ അല്പസമയം അന്യഭാഷയിൽ ദൈവത്തെ സൂചിച്ചു തുടങ്ങിയാട്ട്. റിമെമ്പർ, റിപ്പീറ്റ്, റിപ്പീറ്റ്. ഓ ബാബാ ഷമമ റഖോനി ഹംതുനമ സിഹ ഉഡാമ റഖോമ സതേനി ഹംതുനിയ ഉഡാ റഖോനിയ സതുനിയ. കൈകൾ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നതിനായി സ്തോത്രം. ഞങ്ങളെ ആദരിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ മാനിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കണ്ണുനീർ നീ കണ്ടതിനായി സ്തോത്രം. അവരുടെ കഷ്ടത നീ കണ്ടതിനായി സ്തോത്രം. അവർക്ക് വേണ്ടി ഇറങ്ങി വന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ നിന്ന അവിടെ ഉരുട്ടിക്കളഞ്ഞതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറയെ അങ്ങ് ആദരിച്ചതിനായി സ്തോത്രം. ഇത്രത്തോളം കൊണ്ടുവരാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ. സകല വിശ്വസ്തർക്ക് നന്ദി. ഞങ്ങൾ അപാത്രത്രേ കർത്താവേ. ഞങ്ങൾ കുറവുള്ളവരാത്രേ കർത്താവേ. ഞങ്ങൾ കുറ്റമുള്ളവരാണ് കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളെ അറിയുന്ന കർത്താവേ, ഞങ്ങൾക്കൊരു മനസ്താപം തരണമേ. ഞങ്ങൾക്കൊരു മാനസാന്തരം തരണമേ. ഞങ്ങൾക്കൊരു അനുതാപം തരണമേ. ഞങ്ങൾക്കൊരു മടങ്ങി വരവ് തരണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ കർത്താവേ. ഞങ്ങളുടെ സഭകളെ ഉണർത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉണർത്തണമേ. ഈ കൺവെൻഷൻ വലിയ അനുഗ്രഹമായി തീരണമേ. നിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നോർത്ത സ്തോത്രം. ഈ സ്റ്റേജിൽ ആര് കയറി നിന്നാലും അവിടെ വായിൽ നീ വചനം കൊടുക്കണമേ. അവർ സംസാരിക്കുമ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനം വിടുവിക്കപ്പെടുവാനിടയാകണമേ. രോഗികൾ സൗഖ്യം പ്രാപിപ്പാനിടയാകണമേ. ഇവിടെ കരം തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.